പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിജയകാന്ത് മരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുശോചനം പ്രധാനമന്ത്രി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നതാണ്. അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു, സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ക്യാപ്റ്റനായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത്. കാരണം വിജയകാന്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ദേശീയ മൂർക്കോക്ക് ദ്രാവിഡ കഴകം അഥവാ DMDK എന്നുള്ള പാർട്ടിയാണ്. ഈ പാർട്ടി 2014 NDAയുടെ ഭാഗമായിരുന്നു. അതിനു മുമ്പ് 2011 മത്സരിച്ച് 29 സീറ്റ് നിയമസഭയിൽ നേടിയ പാർട്ടിയാണ്. 10% വോട്ടുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയെ നടൻ വിജയ് ഏറ്റെടുക്കുമെന്നൊരു അഭ്യൂഹം തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് വിജയകാന്തിൻ്റെ ഭാര്യയായ പ്രേമലത വിജയകാന്താണ്. ഈ പ്രേമലത വിജയകാന്തിനെ തന്നെ ഈ പാർട്ടി ഏൽപ്പിച്ചുകൊണ്ട് NDAയുടെ ഭാഗമായി നിലനിർത്താൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നിലവിൽ ADMKയുമായി സഖ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സഖ്യമില്ല, സഖ്യമല്ലേ എന്ന് ചോദിച്ചാൽ സഖ്യമുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പാർട്ടികളെ BJPയോട് ഒപ്പം ചേർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ പാർട്ടി ശക്തിപ്പെടുത്താനാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിജയകാന്തിൻ്റെ നിര്യാണത്തിൽ തുടങ്ങി ഇന്ന് വരെയുള്ള തുടർ പ്രസ്താവനകൾ. ഇന്ന് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ സിനിമയിലും അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി NDAയുടെ ഭാഗമായി DMDK മത്സരിക്കാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാനാവില്ല. ഏതായാലും വിജയ് ഈ പാർട്ടി ഏറ്റെടുക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ളൊരു സന്ദേശം കൂടി വന്നിരിക്കുന്നത്. ഏതായാലും അത് ഒരു പുതിയ രാഷ്ട്രീയ വഴിത്തിരിവാകും തമിഴ്നാട്. കാരണം 10% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് വിജയകാന്തിൻ്റെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.